പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു ഭേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വേദഭാഗം വായിക്കുന്നു. 34-ാം സങ്കീർത്തനം, അതിൻ്റെ 10-ാമത്തെ വാക്യം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇപ്രകാരമാണ്: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ മൃഗങ്ങളും പക്ഷിജാലങ്ങളും ഈ ഭൂമിയിലെ ഏതൊരു ഹല്ലേലൂയ, സ്തോത്രം, പ്രകൃതിയിലെ ഏതൊരു വസ്തുവും ഇര കിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ബാലസിംഹത്തിന് ഒരിക്കലും ഇര കിട്ടാതെ വിശന്നിരിക്കേണ്ട അവസ്ഥ വരത്തില്ല. ഇനി അഥവാ വന്നാലും ഹല്ലേലൂയ, സ്തോത്രം, യഹോവയെ അന്വേഷിക്കുന്ന ഒരു ഭക്തന് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ മുഖം നിരന്തരം അന്വേഷിക്കുന്ന ഒരു ഭക്തന് വേണ്ടി, ഒരു ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത്, ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടുള്ള നന്മയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം കരുതി വച്ചിരിക്കുന്നത് അതിനെ അളക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. ഈ ഭൂമിയിലെ ഒരു മെഷർമെൻ്റ് കൊണ്ടും ദൈവം കരുതി വച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ഭണ്ഡാരത്തിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, അഗോചരമായ കാര്യങ്ങളാണ്. അത് മഹത്വമേറിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തുവാൻ എൻ്റെ ദൈവം സംഗതി വരുത്തത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ബാലസിംഹങ്ങൾ പട്ടിണി കിടന്നാലും, അവയ്ക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഭക്ഷണത്തിന് മുട്ടു വന്നാലും യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ നാം സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ, ദൈവമുഖം നാം അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കൊരു നന്മയ്ക്കും മുടക്കം വരുത്തുവാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണെങ്കിൽ, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവൻ നിങ്ങൾക്കായി കരുതും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിലെ മനുഷ്യർ കരുതുന്നത് പോലെയല്ല ദൈവം കരുതുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കരുതുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അതിനെ അളക്കുവാനോ അതിനെ ഗ്രഹിക്കുവാനോ ഈ ഭൂമിയിലെ ആർക്കും സാധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം അത് വലിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉയരത്തിലെ കിളിവാതിൽ തുറന്ന് കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നന്മയ്ക്കും കുറവ് വരാതെ ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തിൻ്റെ വിടുതലുകൾ
നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല ദിവസത്തിൻ്റെ പകലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കേട്ട തിരുവെഴുത്തിൻ്റെ മുൻപാകെ അമ്മൻ ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മേലുള്ള ദൈവിക വിടുതലിൻ്റെ കരം ഓരോരുത്തരുടെ മേലും ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് പകൽ ഹാലലുയ സ്തുതി ഈ വചനത്താൽ ദൈവമേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കും. സമസ്ത വിഷയങ്ങളും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു പിതാവേ. കൃപ തോന്നിക്കേട്ട് ഉത്തരവരുളുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.